ഇനി അടുത്തത് ചൈനയിലെ ഒരു എയർപോർട്ടിൻ്റെ വലിപ്പം കാണിച്ചു തരാം. അതിനുശേഷം വിമാനം തള്ളിക്കൊണ്ട് പോകണം കാണിച്ചു തരാം. വിമാനത്തിന് റിവേഴ്സ് ഗിയർ ഇല്ലയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. റിവേഴ്സ് ഗിയർ ഇല്ല, വിമാനം തള്ളിക്കൊണ്ടാണ് പോകുന്നത്. അത് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ പോലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അത് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഒരു വണ്ടി അതിനെ ഗൈഡ് ചെയ്ത് വരുവാണ്. ആ വണ്ടിയുടെ പുറകെയാണ് അത് വണ്ടി അതിലെ റൂട്ട് കാണിച്ചു കൊടുക്കുവാണ്. ആ മഞ്ഞ കാറില്ലേ, ആ മഞ്ഞ കാറിനെ ഗൈഡ് ചെയ്തിട്ടാണ് വിമാനം വരുന്നത്, പാർക്കിങ്ങിലേക്ക് വരുന്നത്. റൺവേയിൽ നിന്ന് വന്ന് പാർക്കിങ്ങിലേക്ക് വരുന്നതാണ് ഇത്രയും ഇത് കാണിക്കുന്നത്. ഒത്തിരി വിമാനങ്ങളുണ്ട് ഈ വിമാനത്താവളത്തിന്. അതുകൊണ്ടാണ് ഈ കാറൊക്കെ വന്നത്. എല്ലാത്തിനും അങ്ങനെ എല്ലാ വിമാനത്താവളത്തിനും കാറൊന്നുമില്ല. ചൈനയിൽ ഏക്കർ കണക്കിന് വിമാനവും ആയതുകൊണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ വിമാനത്തിൻ്റെ ചാല് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് എൻഡ് പോയിൻ്റൊക്കെ പറഞ്ഞു കൊടുക്കണതാണ്. ഇപ്പോൾ പുള്ളി കയ്യും കൊണ്ട് ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ നടത്തി പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞു കൊടുക്കണതാണ്. ഞാനിതിനെ എപ്പോഴും ഒരു തടി ലോറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ തടി ലോറിക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് നമ്മുടെ നാട്ടിലെ തടി ലോറികളില്ലേ, അത് പോകുമ്പോൾ ചെരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ അതേമായിട്ട് എനിക്കിതിനെ താരതമ്യം ചെയ്യണം ഞാൻ കൂടുതലും. ഇപ്പോൾ വിമാനം നിന്നു നിർത്തിക്കോളാൻ പറഞ്ഞു, അവിടെ വെച്ചു. പിന്നെയാണ് രസം. പിന്നെ വിമാനത്തിന് ഊട് വെക്കാൻ വിമാനത്തിന് ഊട് വെക്കണം. അതായത് ആ സാധനം കൊണ്ട് പോകണ കണ്ടില്ലേ, അത് വിമാനത്തിന് ഊട് വെക്കാനായിട്ട് പോകണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട്. സാധാരണ രീതി തന്നെ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഊട് വെച്ച് കഴിഞ്ഞിട്ട് എയറോഡ്രാമ അതിലേക്ക് അടുപ്പിക്കും. അതിലൂടെയാണ് ആളുകൾ ഇറങ്ങണേ. ഇപ്പോൾ എയറോഡ്രാമ അടുപ്പിക്കണം. പിന്നെ ഈ വണ്ടിയാണ് വിമാനത്തിൻ്റെ സാങ്കേതികം. അത് വിമാനം കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കറക്റ്റാണോ വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നത് ഈ വണ്ടിയെ കൊണ്ടാണ്, ഈ വണ്ടിയെ പോയിട്ടാണ്. പിന്നെ ഇതാണ് എയറോഡ്രാമ അടുപ്പിക്കണതാണ്. ഇതിലൂടെയാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങണേ. അതിൻ്റെ ഒത്തിരി കുറേ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടാട്ടോ ആ വിമാനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത ആൾക്കാരെ പുറത്തിറക്കണേ. ഇതിപ്പോൾ വണ്ടി പോയി വീണ്ടും പരിശോധിക്കുവാണ് എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്ന്. അതിൻ്റെ ഇടയിൽ വേറൊരാൾ മാനുവലി പരിശോധിക്കണുണ്ടോ, ലൈറ്റ് അടിച്ച് പുറമേ എല്ലാം നെട്ടും ബോൾട്ടും ഉണ്ടോ, വല്ല ആലിപ്പുഴ ഇടിച്ചിട്ടുണ്ടോ, വണ്ടി വല്ല പക്ഷി ഇടിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നോക്കും. ഇനിയാണ് വിമാനത്തിനെ തിരിച്ച് റൺവേയിലേക്ക് വിടണേ, തള്ളിക്കൊണ്ട് പോകണേ. ഇതുണ്ടോ, ഒരു കമ്പ് കുത്തി വെച്ചേക്കുക. ഇനി ഇതിൻ്റെ ഇപ്പറേ ഒരു മെഷീൻ ഘടിപ്പിച്ച് ഈ പല്ലും കൊണ്ട് കടിച്ചു വലിക്കുന്ന പോലെ തന്നെ അതിനുമായിട്ടൊന്ന് ഓർത്ത് നോക്കി. ഈ മെഷീൻ വെച്ചിട്ടാണ് വിമാനങ്ങളെല്ലാം തള്ളി റൺവേയിലേക്ക് കൊണ്ടുപോകണേ. തിരിച്ച് കയറി. വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഈ വിമാനം ഓടിക്കുന്ന ആൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാൻ പാടാന്ന് പറഞ്ഞ പോലെയാണ് വിമാനത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഇതിനെ തള്ളിക്കൊണ്ടാണ് പോണേ റൺവേയിലേക്ക് കേട്ടോ. ഈ ഫോർവേഡ് ത്രസ്റ്റിലെ വിമാനങ്ങൾ ഓടണേ. അതായത് എൻജിൻ്റെ പവറും കൊണ്ട് ആണ് വിമാനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എൻജിൻ്റെ പവറിൽ എപ്പോഴും റിവേഴ്സ് ത്രസ്റ്റ് ഇല്ല, ഫോർവേഡ് ത്രസ്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് പറയുന്നത്. വിമാനം